Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ചീസി ആയിട്ടുള്ള ബേക്ക്ഡ് ക്യാപ്സിക്കം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോക്ക് കിടന്നാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ഗാർലിക് എടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഒരു ക്യാരറ്റ്, പിന്നെ ഒരു സബോള, അതിനുശേഷം കുറച്ച് ഒരു 5 ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കത് നന്നായി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്, സബോള ചെറുതായി ചോപ്പ് ചെയ്തത്, ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ നല്ല ഫൈനലി ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബീൻസ് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് കനം കുറച്ചിട്ടാണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാന് ഗ്യാസിന് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിലും ചൂടായതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ ഗാർലിക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്കിഷ് കളറായി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സും കഴിയും. അതിനായിട്ട് നന്നായിട്ട് കനം കുറച്ച് ബീൻസ് ഇട്ടേക്കണം. അതിനുശേഷം ഗ്രേറ്റഡ് ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റഡ് ആയ കാരണം നമ്മുടെ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഇടുമ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് റെഡി ആയില്ലേ. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 3 കളറിലെ ക്യാപ്സിക്കാണ്. നിങ്ങൾക്ക് വേറെ ഓറഞ്ച് കളറും കിട്ടും, അതും എടുക്കാം. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ മോൾ ഭാഗം ഒരു ക്യാപ്പ് പോലെ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ വെക്കുമ്പോൾ ഒരു തൊപ്പി പോലെ ഇല്ലേ, അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ ഇങ്ങനെ അറ്റമൊക്കെ കട്ട് ചെയ്തിട്ട് സീഡ് ഇതിൻ്റെ എടുത്ത് മാറ്റും. പെട്ടെന്ന് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ സീഡൊക്കെ മാറ്റാൻ പറ്റും. കണ്ടോ, ഒരു ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ സീഡ് പെട്ടെന്ന് കിട്ടി. അങ്ങനെ 3ത്തിനും കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ സീഡ് ഇല്ലാണ്ട് നോക്കുക കേട്ടോ. ഇതിൻ്റെ ക്യാപ്സ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇത് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ഗ്രേറ്റഡ് ചീസ്, ഇത് ഇവിടെ ചെഡാർ ചീസാണ് എടുത്താക്കുന്നത്, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ലെയേഴ്സ് ആയിട്ടാണ് ഇടേണ്ടത്. ഫസ്റ്റ് അപ്പോൾ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ചീസ് നല്ല എല്ലാ സൈഡിലൊക്കെ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരുമിച്ച് ഫില്ലിങ് ഒരുമിച്ച് ചീസ് അങ്ങനെയല്ല വേണ്ടത്, ലെയർ ബൈ ലെയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് എല്ലായിടത്തും കിട്ടുകയും ചെയ്യും. നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ടേസ്റ്റും ഫ്ലേവർ ഇതിന് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ലെയർ ചീസ് പിന്നെ നമ്മുടെ ഫില്ലിങ് അങ്ങനെ ആക്കിയതെല്ലാം റെഡിയാക്കിയെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രസ് ചെയ്താലാണ് എല്ലാ കോർണേഴ്സിലേക്കും ഒക്കെ നമ്മുടെ ഫില്ലിങ്സൊക്കെ നന്നായിട്ട് ഇരിക്കുക. ഇങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ എല്ലാ ക്യാപ്സിക്കത്തിലും സെയിം പ്രോസസ്സ് നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ 3 ക്യാപ്സിക്കത്തിലും നമ്മുടെ ഫില്ലിങ്ങും ചീസും നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഓവൻ ഈ സമയത്ത് ഒരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സെർവ് ചെയ്യാൻ സമയത്ത് എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സിന് വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ക്യാപ്സിക്കമൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ബേക്കായി വരുന്നുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചീസി ആയിട്ട് ക്യാപ്സിക്കമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.